ശിശുവിൽ നിന്ന് ബാലനായി വളർച്ച പ്രാപിച്ചാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അവന് ദൈവത്തെ നന്നായിട്ട് അറിയാം, അവന്റെ പിതാവിനെ നന്നായിട്ട് അവൻ അറിയാം. ഉപായത്താലും ചതിയാലും അവനെ തെറ്റിക്കാൻ കഴിയത്തില്ല. ഉപദേശത്തിന്റെ കാറ്റിനാൽ അവൻ അലഞ്ഞുഴലത്തില്ല. നമ്മളവിടെ അങ്ങനല്ലേ വായിച്ചത്? ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളുടെ പ്രത്യേകത എന്താ? അവരിങ്ങനെ ഉപദേശത്തിന്റെ ഒരു കാറ്റ് തെക്കോട്ടടിച്ചാൽ ആ കൂടെ അവരങ്ങ്, ഉപദേശത്തിന്റെ ഒരു കാറ്റ് വടക്കോട്ടടിച്ചാൽ ആ കൂടെ അവർ വടക്കോട്ട്. നങ്കൂരമിട്ട് നിൽക്കാൻ ദൈവവചനത്തിൽ തിട്ടമില്ല, നിശ്ചയമില്ല, പഠിപ്പില്ല, ഉറപ്പില്ല. ഒരു വാക്യം വായിക്കാം. 2 തിമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം. നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്ക. നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. അപ്പോൾ ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം അവന് ദൈവികമായിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ കുറിച്ച്, ദൈവവചനത്തെ കുറിച്ച്, ദൈവികമായ ഉപദേശത്തെ കുറിച്ച്, അത്രയുമല്ല പദ്യോപദേശത്തെ കുറിച്ച് പഠിപ്പും നിശ്ചയമുള്ളവനായിരിക്കണം. അവൻ അതിൽ തന്നെ നിലനിൽക്കണം. അതില്ലാത്തവൻ അത് കഴിയുന്നില്ല. ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞുഴലുന്ന അനുഭവമാണ് ശിശുക്കൾക്കുള്ളത്. പക്ഷേ ശിശു എന്ന് പറയുന്ന അനുഭവത്തിൽ നിന്ന്, അവസ്ഥയിൽ നിന്ന് ഒരു പടി വളർച്ച പ്രാപിച്ചാൽ അവനെ ഉപദേശത്തിന്റെ കാറ്റിനാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കാൻ കഴിയത്തില്ല. കാരണം എന്താ? അവൻ അവന്റെ പിതാവിനെ അറിയാം, അവൻ അവന്റെ ദൈവത്തെ അറിയാം. പിതാവിനെ അറിയാമെങ്കിൽ പിതാവിന്റെ രീതികൾ അറിയാം, പിതാവിനെ അറിയാമെങ്കിൽ പിതാവിന്റെ ഇഷ്ടങ്ങൾ അറിയാം. അബ്രഹാം പറയുന്നത് കേട്ടില്ലേ? ഇങ്ങനെ നീ ഒരു നാളും ചെയ്യുന്നതല്ലല്ലോ. വായിക്കാം ആ ഭാഗം കൂടി. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 23-24 വാക്യങ്ങൾ. അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞ് സോദോമിലേക്ക് പോയി. അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. വായിച്ച അബ്രഹാം അടുത്തു എന്ന് പറഞ്ഞത് ദുഷ്ടനോടുകൂടെ നീതിമാനെയും നീ സംഹരിക്കുമോ? പക്ഷേ ആ പട്ടണത്തിൽ 50 നീതിമാന്മാർ ഉണ്ടെങ്കിൽ നീ അതിനെ സംഹരിക്കുമോ? അതിലെ 50 നീതിമാന്മാർ നിമിത്തം ആ സ്ഥലത്തോട് ക്ഷമിക്കുകയില്ലയോ? ഇങ്ങനെ നീ ഒരു നാളും ചെയ്യുന്നതല്ലല്ലോ. അടുത്ത ഭാഗം കൊടുത്ത് വായിച്ചാൽ നീതിമാൻ ദുഷ്ടനെ പോലെ ആകത്തക്കവണ്ണം ദുഷ്ടനോട് കൂടി നീതിമാനെ നീ ഒരു നാളും കൊല്ലുകയില്ല. ദുഷ്ടനെ നീ നീതിമാനോട് കൂടി ഒരു നാളും കൊല്ലുകയില്ല. ഇതപ്പോ ആർക്കറിയാം? അബ്രഹാമിന് അറിയാം. അതെങ്ങനെ അറിയാം? അബ്രഹാമിന്റെ ദൈവത്തെ അറിയാം. അബ്രഹാമിന്റെ ദൈവം ഇങ്ങനെ പ്രവർത്തിക്കൂ എന്നുള്ളത് അബ്രഹാമിന് നല്ല നിശ്ചയമുണ്ട്, നല്ല തിട്ടമുണ്ട്. ഇതുപോലൊരു നിശ്ചയം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. അബ്രഹാമിന് അറിയാം അബ്രഹാമിന്റെ ദൈവം ഇങ്ങനെ പ്രവർത്തിക്കും. അബ്രഹാമിന് അറിയാം അബ്രഹാമിന്റെ ദൈവം ഇന്നതേ പ്രവർത്തിക്കും. അവൻ നീതിമാനാണ്, അവൻ അനീതി ചെയ്യത്തില്ല എന്നുള്ള കാര്യം അബ്രഹാമിന് അറിയാം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മളുടെ ദൈവവും ഇങ്ങനെ പ്രവർത്തിക്കൂ എന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ആ തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ നമ്മളെ തെറ്റിച്ച് കളയുവാൻ ആർക്കും കഴിയത്തില്ല. ദൈവത്തിന്റെ മഹത്വം